ജോബ് ഒരു പ്രവാചകനായിരുന്നില്ല. ജോബ് ഒരു വചന പ്രഘോഷകനും ആയിരുന്നില്ല. ജോബ് എന്തെങ്കിലും അത്ഭുത പ്രവൃത്തികൾ പ്രവർത്തിക്കുകയോ അങ്ങനെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയോ ആയിരുന്നില്ല. എങ്കിലും വിശുദ്ധ ഗ്രന്ഥം നാം പരിശോധിച്ചാൽ ഒത്തിരിയേറെ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും അനേക സ്ഥലങ്ങളിൽ ഉദാഹരണമായി പ്രസംഗിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജോബ്. എന്താണ് ജോബിന് ഇത്രയേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നത്? എന്തുകൊണ്ട് ദൈവം പോലും ജോബിൻ്റെ പേര് പല സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞ് ജോബിനെ പ്രശംസിക്കുന്നതായി നമ്മൾ കാണുന്നത്? ജോബിൻ്റെ പ്രത്യേകത എന്താണ് ജോബ് ഇന്നും അനേകരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്? സ്നേഹമുള്ളവരെ, ജോബ് ചെയ്തത് എന്തായിരുന്നു? ജോബിനെക്കുറിച്ച് ഇത്രയേറെ പറയാനുണ്ടായിരുന്നത് എന്തായിരുന്നു? നാം കേട്ടിട്ടില്ലേ? ജോബ് നിഷ്കളങ്കനായിരുന്നു, നീതി പ്രവർത്തിക്കുന്നവനായിരുന്നു, സത്യം പറയുന്നവനായിരുന്നു, പിന്നെയോ തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായിരുന്നു. ഇതായിരുന്നു ജോബിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കി വീര്യപ്രവൃത്തികൾ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നവരോട് കർത്താവ് എന്താ പറയുന്നത്? എനിക്ക് നിങ്ങളെ അറിയില്ല, അന്യായം പ്രവർത്തിക്കുന്നവരെ ദൂരെ പോകുവിൻ എന്നല്ലേ. അപ്പോൾ നമ്മൾ ഒത്തിരിയേറെ വലിയ പ്രവൃത്തികൾ ചെയ്യുന്നതാണോ ദൈവസന്നിധിയിൽ നമ്മൾ ആദരിക്കപ്പെടുന്നത്, ബഹുമാനിക്കപ്പെടുന്നത്, അറിയപ്പെടുന്നത്? അതല്ല. അതിലും ഉപരിയാണ് ജോബിനെ കുറിച്ച് ബൈബിളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നിഷ്കളങ്കത, നീതി, സത്യം, തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുകയും ചെയ്യുക. നമ്മൾ ഒത്തിരിയേറെ വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും ചെയ്ത് വലിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടും ദൈവത്തിന് നമ്മളെ അറിയത്തില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ കൊണ്ട് എന്തു പ്രയോജനമാണ് നമുക്കുള്ളത്? ഒത്തിരിയേറെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നിട്ടും, ഒത്തിരി സമ്പന്നനായിരുന്നിട്ടും, ഒത്തിരിയേറെ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിയായിട്ടും, എല്ലായിടത്തും ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്കുണ്ടായിട്ടും നമ്മളെ ദൈവം അറിയുന്നില്ല എങ്കിൽ നമ്മൾ ഈ ചെയ്തതിനൊക്കെ എന്തു പ്രയോജനം? ഇതൊന്നും ചെയ്യാതെ തന്നെ ജോബ് ആദരണീയനായിരുന്നു, ബഹുമാനീയനായിരുന്നു, എല്ലാവരാലും അറിയപ്പെടുന്ന വ്യക്തിയായി തീരുകയും ചെയ്തു. എന്താണ് അതിൻ്റെ കാരണം? ഞാൻ പറഞ്ഞില്ലേ, 4 കാരണം ജോബിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിഷ്കളങ്കത, നീതി, സത്യം, തിന്മയിൽ നിന്ന് അകന്ന് ജീവിച്ചു. ഇതാണ് ദൈവം പോലും ജോബിനെ മാനിക്കപ്പെടുവാനും എടുത്തു പറയുവാനും കാരണമായി തീരുന്നത്. സ്നേഹമുള്ളവരെ, വീര്യപ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടോ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നത് കൊണ്ടോ മറ്റുള്ളവരുടെ പ്രശസ്തിയും സ്നേഹവും പിടിച്ചു പറ്റുന്നത് കൊണ്ടോ ദൈവത്തിന് നമ്മളെ അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ, ദൈവം നമ്മളെ അറിയുന്നില്ലെങ്കിൽ നാം ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ശൂന്യമായിപ്പോയി. അതുകൊണ്ട് ദൈവം അറിയുന്ന വ്യക്തികളായി തീരുക. അതുകൊണ്ടാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 14-ാം അധ്യായത്തിൽ സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേൽ പറയുന്നുണ്ട്, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കത്തില്ല, മറക്കുകയില്ല. ദൈവം നമ്മളെ ഓർക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടോ അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്ത് വീര്യപ്രവൃത്തികൾ ചെയ്ത് നമ്മൾ അറിയപ്പെടുന്നതിലോ അല്ല. പകരം ദൈവം നമ്മളെ ഓർക്കുക. അതാണ് പിശാചിനോട് പോലും ദൈവം ജോബിനെക്കുറിച്ച് പറയുന്നു, നീ എൻ്റെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചോ. അത്രയേറെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യനുണ്ടായിട്ടും ദൈവം ജോബിൻ്റെ പേരാണ് അവിടെ എടുത്തു പറയുന്നതായി നമ്മൾ കാണുന്നത്. സ്നേഹമുള്ളവരെ, ഒത്തിരി വീര്യപ്രവൃത്തികൾ ചെയ്യുന്നതിനേക്കാൾ, ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ദൈവം നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.